السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. മുഹമ്മദ് ബിൻ വാസിഅ റഹ്മഹുല്ല തൻ്റെ കൂട്ടുകാരനെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പരിചാരികയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഐന സയ്യിദുക്കി, നിൻ്റെ യജമാനൻ എവിടെയാണ്? ആ സ്ത്രീ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, റജുലു യുരീദുക അലൽ ബാബ്, നിങ്ങളെയും പ്രതീക്ഷിച്ച ഒരാൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ആരാണ് പുറത്ത് കാത്തു നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, സ്വാഹിബുക ലഅമ അല്ലദീ യതീക കുല്ല യൗം, നിങ്ങളടുത്ത് സ്ഥിരമായി വരാറുള്ള ആ കാഴ്ച പരിമിതനാണ്. യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ വാസിഅ റഹ്മഹുല്ല കാഴ്ച പരിമിതനായിരുന്നില്ല. മറിച്ച് സ്ത്രീകൾക്ക് മുന്നിൽ അദ്ദേഹം കണ്ണു ചിമ്മുമായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ സ്ഥിരമായി അദ്ദേഹത്തെ കണ്ണു ചിമ്മി കണ്ടപ്പോൾ കാഴ്ച പരിമിതനാണ് എന്ന് ധരിച്ചതായിരുന്നു. ഇതുപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈദ് മുസല്ലയിൽ നിന്ന് മടങ്ങുമ്പോൾ, മാ റഅയ്ന ഈദൻ അക്സറ നിസാഅ മിൻഹു, ഇത്രയധികം സ്ത്രീകൾ പങ്കെടുത്ത ഒരു ഈദ്ഗാഹ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന് ഹസ്സാൻ ബിൻ അബി സിനാൻ്റെ റഹ്മഹുല്ലയുടെ ഭാര്യ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത ഉത്തരം, മാ തലഖത്നി ഇംറഅത്തുൻ ഹത്താ റജഅതു, ഞാൻ തിരിച്ചു വരും വരെ ഒരു സ്ത്രീയെപ്പോലും ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ ചരിത്രം മറ്റൊരു രീതിയിൽ നമുക്ക് വായിക്കാൻ കഴിയും. കം ഇംറഅത്തൻ ഹസന ഖദ് നദർതുൽ യൗം, ഇന്ന് എത്രയെത്ര ചെറുപ്പക്കാരികളായ സ്ത്രീകളെയാണ് ഞാൻ അവിടെ ഈദ് മുസല്ലയിൽ കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് നൽകിയ ഉത്തരം, വൈഹക് വൈഹക് മാ നളർതു ഇല്ലാ ഫി ഇബ്ഹാമി ഹാദാ മുൻദു ഖറജ്തു മിൻ ഇൻദികി ഹത്താ റജഅതു ഇലൈകി, നിനക്ക് നാശം, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പുറപ്പെട്ട് തിരിച്ച് ഇവിടെ എത്തുന്നതുവരെ നിന്നെ അല്ലാതെ ഒരു പെണ്ണിനെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ പെരുവിരലിൽ, കാലിൻ്റെ തള്ളവിരലിൽ, പെരുവിരലിൽ നോക്കി നടക്കുകയായിരുന്നു എന്നാണ്. പുതിയൊരു കാലത്ത് ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു അമിതത്വമായും അതിരുകടക്കലായും ഒക്കെ ഒരു പക്ഷേ നമുക്ക് തോന്നാം. യഥാർത്ഥത്തിൽ അശ്ലീല വീഡിയോകളും ഫേസ്ബുക്ക്, യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഏറ്റവും ഒരു വ്യക്തിയുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന കാഴ്ചകളും ഒക്കെയുള്ളൊരു കാലത്ത് സലഫുകളുടെ ഈ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാനുള്ള പ്രത്യേക പരിശീലനവും പ്രത്യേക സൂക്ഷ്മതയും നാം യഥാർത്ഥത്തിൽ ആവിഷ്കരിക്കേണ്ടതുണ്ട്. കാരണം കാഴ്ച മനുഷ്യനുണ്ടാക്കുന്നത് വലിയ നഷ്ടങ്ങളാണ്. മൻ അത്ലഖ ബസറഹു കസുറ അസഫുഹു, ഒരു വ്യക്തി തൻ്റെ കാഴ്ചയെ നിയന്ത്രണങ്ങളില്ലാതെ അഴിച്ചുവിട്ടാൽ അവൻ്റെ ഉള്ളിൽ വിഷാദം വർദ്ധിക്കുമെന്നാണ്. മനുഷ്യൻ്റെ മനോനിലയെപ്പോലും ഈ കാഴ്ചകൾ, തുടർച്ചയായ കാഴ്ചകൾ അവൻ്റെ മനോനിലയെ ബാധിക്കുമെന്നാണ്. ഒരു വ്യക്തി ഒരു സ്ത്രീയുടെ ആകർഷകമായൊരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ വ്യക്തിക്ക് അയാളുടെ ശരീരത്തിലുണ്ടാകുന്ന ജൈവികമായ വ്യത്യാസങ്ങളുണ്ട്, ഡോപ്പമിൻ സിറ്റുവേഷനുകളുണ്ട്, അയാളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങളുണ്ട്. അതൊക്കെ ആ വ്യക്തിയിൽ വലിയ പരിക്കുകൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നത് ശാസ്ത്രീയമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല, വ്യഭിചാരത്തിൻ്റെ, സ്വവർഗഭോഗത്തിൻ്റെ ഒക്കെ പരിസരത്തേക്ക് അത് എത്തുകയാണ്. കാഴ്ചയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫസിനൽ ഐനൈനി അന്നത്റു, കണ്ണിൻ്റെ വ്യഭിചാരമാണ് ഇത്തരം നോട്ടങ്ങൾ എന്നാണ്. മാത്രവുമല്ല, പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പണ്ഡിതന്മാർ നടത്തിയ പ്രയോഗം, അന്നദ്റത്തു സഹ്മുൻ മസ്മൂമുൻ ഇലൽ ഖൽബ്, ഹൃദയത്തിലേക്കുള്ള വിഷക്കോലുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാഴ്ചകൾ, ഇത്തരം നോട്ടങ്ങൾ, അശ്ലീലതയിലേക്കുള്ള നോട്ടങ്ങളെന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്വന്തം വിശ്വാസം നഷ്ടപ്പെട്ട വ്യക്തിയുടെ ചരിത്രമുണ്ട് നമ്മുടെ നാട്ടിലും. ഇന്ന് നോട്ടത്തിൽ തുടങ്ങി സംസാരത്തിൽ തുടർന്ന് പ്രണയത്തിൽ അകപ്പെട്ട് ലിവിങ് ടുഗദറിൽ എത്തിപ്പെട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുണ്ട്. അവരവസാനം ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ അഴിച്ചു വെച്ച് കൂടെ കിട്ടിയ വ്യക്തിയുടെ വഴിയിലേക്ക് പോവുകയാണ്. റോമുമായുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിന് ഒരു പെണ്ണിൽ ആകർഷണീയത തോന്നി അവളുടെ അരികിൽ എത്തിച്ചേർന്ന് വിശ്വാസം നഷ്ടപ്പെട്ട ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം ഉപേക്ഷിച്ച് ക്രൈസ്തവർ സ്വീകരിച്ച അദ്ദേഹത്തോട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഖുർആനിന് എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ, ഖുർആൻ പൂർണ്ണമായും ഞാൻ മറന്നു, ഇപ്പോൾ എനിക്ക് പാരായണം ചെയ്യാൻ കഴിയുന്നത് റുബ്ബമായ വദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ, അവിശ്വാസികൾ ഒരുപക്ഷെ അവർ ചിലപ്പോഴൊക്കെ വിചാരിക്കും ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. ദർഹും യഅ്കുലൂ യതമത്തഉ വയുൽഹീഹിമുൽ അമൽ ഫസൗഫ യഅലമൂൻ, അവരെ നീ വിട്ടേക്കുക, അവർ തിന്നും കുടിച്ചും ആർമാദിച്ചും അങ്ങനെ നടക്കട്ടെ എന്ന്
എന്ന വചനം മാത്രമേ എനിക്ക് ഓർമ്മയിൽ വരുന്നുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഓർക്കുകയാണ്. അതുകൊണ്ട് കാഴ്ച എന്നത്, നോട്ടം എന്നത് ചെറിയൊരു വിഷയമല്ല. കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും വേണം. ഇതിൽ നിന്ന് പരിരക്ഷ നേടാനുള്ള വഴികൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.